പരിമിതികളിൽ പരാതികളുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന. ജീവനക്കാരുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയും ചൂണ്ടിക്കാട്ടി വാർത്താക്കുറിപ്പ്. ഡീസൽ അടിക്കാൻ പണമില്ലാത്തതും ഡ്രൈവർമാരില്ലാത്തതും ചെല്ലാൻ നടപടികളും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തെ ബാധിക്കുന്നു. റോഡിലിറങ്ങാൻ സമയം കിട്ടുന്നില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയും. സംസ്ഥാനത്തെ റോഡുകളിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുമ്പോൾ നിയമലംഘനങ്ങൾ തടയാൻ നിയോഗിക്കപ്പെട്ടവരുടെ ദുരിതം വിളിച്ചു പറയുകയാണ് ജീവനക്കാരുടെ സംഘടന. വാഹനങ്ങളിലാണ് ഒന്നാമത്തെ പരാതി. ആവശ്യത്തിന് വാഹനങ്ങളില്ല. ഡീസൽ അടിക്കാൻ പല ഓഫീസുകളിലും പണവുമില്ല. ഭൂരിപക്ഷവും ഇലക്ട്രിക് വാഹനങ്ങളാക്കിയതും തിരിച്ചടിയായി. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതാണ് മറ്റൊരു പ്രതിസന്ധി. സേഫ് കേരള പദ്ധതിയിലുള്ളത് 1/3 ജീവനക്കാർ മാത്രം. ഇ ചെല്ലാൻ തയ്യാറാക്കാനും പ്രിന്റ് അടിക്കാനും AI ചെല്ലാൻ അംഗീകരിക്കാനും കോടതി നടപടികൾക്കും പിഴ സ്വീകരിക്കാനും വണ്ടി ഓടിക്കാനുമെല്ലാം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തന്നെ വേണം. എല്ലാ ഉദ്യോഗസ്ഥർക്കും പോസ്റ്റ് മെഷീനുകൾ നൽകിയിട്ടില്ലാത്തതിനാൽ സ്വന്തം ഫോണുകളിലാണ് മിക്കവരും ചെല്ലാൻ തയ്യാറാക്കുന്നത്. ചില കേസുകൾക്കായി ചെല്ലാൻ തയ്യാറാക്കിയ മൊബൈൽ ഫോൺ വിട്ടു നൽകേണ്ടി വരുന്നതും സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ജോലിഭാരം മൂലം റോഡിലിറങ്ങി നിയമലംഘനം തടയാൻ കഴിയുന്നില്ലെന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. പരിഹാരമായി മിനിസ്റ്റീരിയൽ ഡ്രൈവർ ജീവനക്കാരെ ഉൾപ്പെടുത്തി എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗം, CPO റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ച പ്രോസിക്യൂഷൻ വിങ് തുടങ്ങിയ നിർദ്ദേശങ്ങളും സംഘടന മുന്നോട്ട് വയ്ക്കുന്നു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.